കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്നൊരൊറ്റ പേരേയുള്ളൂ, മറ്റത്തൂർ. തൃശൂരിലെ ഈ മണ്ണിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്നത് വെറും ഒരു അധികാര കൈമാറ്റമായിരുന്നില്ല, ഒരു രാഷ്ട്രീയ സുനാമി തന്നെയാണ്. 25 വർഷത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ കുത്തക ഭരണത്തെ ഒരു സിമന്റ് കെട്ട് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ തകർത്ത് തരിപ്പണമാക്കിയ കഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ദശകങ്ങളായി ഭരണം കൈയാളുന്ന LDF, അവരുടെ സർവ്വസന്നാഹങ്ങളും അധികാരവും ഒരു വശത്ത്, മറുവശത്താകട്ടെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു യുവാവ്. ക്ലൈമാക്സിൽ ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റ്. രാത്രിക്ക് രാത്രി കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ കൂട്ടമായി രാജിവെക്കുന്നു. അവർ BJPയുമായി കൈകോർക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ചുവന്ന കൊടിയിറക്കി അവിടെ കാവി പടരുന്നു. ഇത് വെറുമൊരു വാർത്തയല്ല, ഇതൊരു ചരിത്രമാണ്. ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം ഇല്ലാതാക്കാൻ നോക്കിയ ഭരണകൂടത്തിന് ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ പ്രഹരം. മറ്റത്തൂരിലെ ആ രാഷ്ട്രീയ ഗൂഢാലോചനയും ആരും പറയാത്ത ചില തിരക്കഥയും വിറച്ചുപോയ LDF കോട്ടയും നമുക്ക് പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെയിലർ ഇതാ ഇവിടെയുണ്ട്. നമ്മൾ ഈ ചരിത്രം തുടങ്ങേണ്ടത് ഒരു യുവാവിൽ നിന്നാണ്. അതുൽ കൃഷ്ണ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വിദേശത്ത് പോയി പണമുണ്ടാക്കാൻ അവസരമുണ്ടായിട്ടും സ്വന്തം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു പാവം മലയാളി ചെറുപ്പക്കാരൻ. മറ്റത്തൂർ പഞ്ചായത്തിലെ തന്റെ വീടിന് സമീപം 20 സെന്റ് സ്ഥലത്ത് അവൻ ഒരു സോളിഡ് ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. പക്ഷെ അവിടെ അവനെ കാത്തിരുന്നത് ചുവപ്പ് നാടയുടെ കുരുക്കുകളായിരുന്നു. ലൈസൻസിന്റെ പേര് പറഞ്ഞ പഞ്ചായത്ത് അധികൃതർ ആ സംരംഭം പൂട്ടിച്ചു. ഒരു സംരംഭകൻ എന്ന നിലയിൽ അവൻ അധികാരികളുടെ കാല് പിടിച്ചു, ഓഫീസുകൾ ഒരുപാട് കയറി ഇറങ്ങി. പക്ഷെ രാഷ്ട്രീയ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്ന ഭരണാധികാരികൾ അവനെ പുച്ഛിച്ച് തള്ളി. അവിടെയാണ് അതുൽ തന്റെ രാഷ്ട്രീയ പോരാട്ടം തുടങ്ങുന്നത്. അവൻ ഒരു വ്ലോഗറായി മാറി. പഞ്ചായത്തിലെ അഴിമതിയും അനീതിയും തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് മുന്നിൽ എത്തിച്ചു. വമ്പൻ സ്രാവുകളായ രാഷ്ട്രീയ നേതാക്കൾക്ക് അതൊരു തലവേദനയായി. അവർ അവനെ കള്ളക്കേസുകളിൽ കൊടുക്കാൻ നോക്കി, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ നടത്താൻ നോക്കി. പക്ഷെ അതുൽ തളർന്നില്ല. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP അവന് സീറ്റ് നൽകി. വാർഡിൽ വോട്ട് ചോദിക്കാൻ പോയ അതുലിനോട് നാട്ടുകാർ പറഞ്ഞു, നീ പോരാട്, ഞങ്ങളുണ്ട് കൂടെ. ഫലം വന്നപ്പോൾ അതുൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തന്റെ സംരംഭം പൂട്ടിച്ച അതേ പഞ്ചായത്ത് ഹാളിലേക്ക് അവൻ മെമ്പറായി നടന്നു കയറി. പക്ഷെ അവന്റെ പോരാട്ടം അവിടെ തീർന്നില്ല. ആ ഭരണത്തെ തന്നെ വേരോടെ പിഴുതെറിയുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. മറ്റത്തൂർ പഞ്ചായത്തിലെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. 23 അംഗങ്ങളുള്ള പഞ്ചായത്ത്. ഭരണം പിടിക്കാൻ 12 പേരുടെ പിന്തുണയാണ് വേണ്ടത്. LDF 9 സീറ്റുകൾ, കോൺഗ്രസ് 8 സീറ്റുകൾ, BJP 4 സീറ്റുകൾ, സ്വതന്ത്രർ 2 സീറ്റുകൾ. LDF കരുതിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഭരണം തങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്നാണ്. കോൺഗ്രസ് അംഗങ്ങൾ BJPയെ പിന്തുണയ്ക്കില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. LDFന് ആകെ വേണ്ടത് 3 പേരുടെ പിന്തുണ മാത്രമായിരുന്നു. 2 സ്വതന്ത്രരെയും ഒരു BJP വിമതനെയും കൂടെ നിർത്തിയാൽ ഭരണം കയ്യിലിരിക്കുമെന്ന് LDF വിശ്വസിച്ചു. പക്ഷേ രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രങ്ങൾ പുറത്തെടുക്കാൻ BJPയും കോൺഗ്രസിലെ ഒരു വിഭാഗവും തയ്യാറെടുക്കുകയായിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള രാത്രി മറ്റത്തൂരിൽ ഉറങ്ങിയത് LDF മാത്രമാണ്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു. DCC നേതൃത്വം പ്രാദേശിക നേതാക്കളെ അവഗണിച്ചതിൽ വലിയ അമർഷമുണ്ടായിരുന്നു. മറുഭാഗത്ത് BJP തന്ത്രങ്ങൾ മെനയുന്നുമുണ്ടായിരുന്നു. LDFനെ എന്ത് വില കൊടുത്തും അധികാരത്തിൽ നിന്നും മാറ്റുക എന്നതായിരുന്നു അവരുടെ എല്ലാം അജണ്ട. തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വലിയ സംഘർഷാവസ്ഥയായിരുന്നു. വോട്ടെടുപ്പ് തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആ വലിയ ബോംബ് പൊട്ടിയത്. കോൺഗ്രസിന് ജയിച്ച 8 അംഗങ്ങളും ഒന്നടങ്കം തന്നെ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. അവർ ഇനി കോൺഗ്രസുകാരല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു മുന്നണിയാണെന്ന് പ്രഖ്യാപിച്ചു. അതോടെ പാർട്ടി നൽകുന്ന വിപ്പ് അവർക്ക് ബാധകമല്ലാതായി. ഹാളിനുള്ളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. LDF സ്ഥാനാർത്ഥിയായി ഔസേപ്പ് മത്സരിക്കുകയാണ്. മറുഭാഗത്ത് സ്വതന്ത്ര അംഗമായ ടെസി ജോസിനെ BJPയും കോൺഗ്രസ് വിമതരും സംയുക്തമായി പിന്തുണയ്ക്കുന്നു. ഫലം വന്നപ്പോൾ LDF അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ടെസി ജോസിന് ലഭിച്ചത് 14 വോട്ടുകൾ. 8 മുൻ കോൺഗ്രസ് അംഗങ്ങളും 4 BJP അംഗങ്ങളും 2 സ്വതന്ത്രരും. LDFന് ലഭിച്ചത് വെറും 10 വോട്ടുകൾ മാത്രം. ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായെങ്കിലും അത് ഫലത്തെ ബാധിച്ചില്ല. 25 വർഷം മറ്റത്തൂർ പഞ്ചായത്ത് ഭരിച്ച LDFന്റെ അന്ത്യം അവിടെ കുറിക്കപ്പെട്ടു. അതുൽ കൃഷ്ണ എന്ന ചെറുപ്പക്കാരൻ തന്റെ വാശി പൂർത്തിയാക്കി. തന്നെ തകർക്കാൻ നോക്കിയ ഭരണകൂടത്തിന്റെ ചീട്ടുകൊട്ടാരം അവൻ തകർത്തെറിഞ്ഞു. എന്തുകൊണ്ടാണ് മറ്റത്തൂരിലെ ജനപ്രതിനിധികൾ ഇത്തരം ഒരു കടുത്ത തീരുമാനമെടുത്തത്? ഇതിനുത്തരം തേടി നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലെ സാധാരണക്കാരന്റെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ട്. വികസനം വേണമെങ്കിൽ കേന്ദ്ര പദ്ധതികൾ വേണം. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വെറും ഒരു വൈകാരിക പ്രകടനമൊന്നും ആയിരുന്നില്ല. അത് വികസനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു.
ജൽജീവൻ മിഷൻ വഴി കുടിവെള്ളം എത്തുമ്പോൾ PM ആവാസ് യോജനയിലൂടെ വീട് ലഭിക്കുമ്പോൾ ജനങ്ങൾ രാഷ്ട്രീയം മറക്കുകയാണ്. മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങൾ BJPയുമായി ചേരാൻ തീരുമാനിച്ചതും ഇതേ വികസന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. തങ്ങളുടെ വാർഡുകളിൽ കേന്ദ്ര പദ്ധതികൾ വേണമെന്നും അഴിമതിയില്ലാത്ത ഭരണം വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. BJPയുടെ പിന്തുണയോടെ ഭരണം നടത്തുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേരിട്ട് പഞ്ചായത്തിലേക്ക് ഒഴുകുമെന്ന് അവർക്കറിയാം. മറ്റത്തൂരിലെ സംഭവം കോൺഗ്രസിന് നൽകുന്ന ആഘാതം വിവരണാതീതമാണ്. തങ്ങളുടെ 8 അംഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത KPCCയും DCCയും നാണം കെട്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് കളിച്ചും സ്വന്തക്കാരെ തിരികെ കയറ്റിയും പാർട്ടിയെ നശിപ്പിക്കുന്ന നേതാക്കളെ ജനപ്രതിനിധികൾ തന്നെ കൈവിട്ടിരിക്കുന്നു. മറുഭാഗത്ത് പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിനും അഴിമതിക്കുമെതിരെയുള്ള ജനഹിതമായി ഇതിനെ കാണാം. BJPയെ വർഗീയ പാർട്ടി എന്ന് വിളിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന LDFന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ പാളിയിരിക്കുകയുമാണ്. കാരണം BJP എന്ന് പറയുന്നത് ഇന്ന് വികസനത്തിന്റെ പര്യായമായി മാറിക്കഴിഞ്ഞു. മറ്റത്തൂരിലെ സ്വതന്ത്രരും കോൺഗ്രസുകാരും BJPയെ സ്വീകരിച്ചത് ആ വികസനം കണ്ടിട്ട് തന്നെയാണ്. എന്തായാലും CPMനെ ഇതെന്തായാലും കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. CPMനെ തോൽപ്പിക്കാൻ കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടാക്കിയ രഹസ്യ ധാരണയാണോ ഇതെന്നും അവർ ചോദിക്കുന്നു. പക്ഷെ രാഷ്ട്രീയത്തിൽ ജയത്തിനാണ് പ്രാധാന്യം. LDFനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ സഖ്യത്തിന്റെ വിജയം. മറ്റത്തൂർ ഒരു സൂചനയാണ്. കേരളത്തിലെ യുവാക്കൾ ഇന്ന് മാറി ചിന്തിക്കുന്നു. അവർക്ക് വേണ്ടത് പഴയ കാലത്തെ മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് തൊഴിലും വികസനവുമാണ്. ഒരു കൊച്ചു സംരംഭം തുടങ്ങിയവനെ സഹായിക്കാൻ തയ്യാറാകാത്ത ഭരണകൂടങ്ങൾ എത്ര വലിയ പ്രസ്ഥാനമായാലും തകർന്നു വീഴുമെന്നതിന് മറ്റത്തൂർ ഒരു ഉദാഹരണമാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP അംഗങ്ങൾ കാണിച്ച രാഷ്ട്രീയ പക്വത ശ്രദ്ധേയവുമാണ്. തങ്ങൾക്ക് ഭരണം പിടിക്കാൻ അംഗബലം കുറവാണെങ്കിലും വികസനത്തിന് വേണ്ടി ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അവർ തെളിയിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വന്നവരെയും സ്വതന്ത്രരെയും കൂടെ നിർത്തിക്കൊണ്ട് പഞ്ചായത്തിൽ ഒരു മികച്ച ഭരണം കാഴ്ചവെക്കുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം. കണ്ണു തുറന്നു കാണുക. ചുറ്റും സംഭവിക്കുന്ന ഈ രാഷ്ട്രീയ വിപ്ലവത്തെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. കോൺഗ്രസ് തകരുന്നു, LDF പതറുന്നു, BJP വളരുന്നു. മറ്റത്തൂർ ഒരു ട്രെയിലർ മാത്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുമെന്നതിന്റെ കൃത്യമായ ഉദാഹരണം. അതുൽ കൃഷ്ണയെ പോലെയുള്ള യുവാക്കൾ ഇന്ന് കേരളത്തിന് മാതൃകയാണ്. അനീതിയോട് പൊരുതി ജയിക്കാമെന്ന് അവർ തെളിയിക്കുന്നു. മറ്റത്തൂരിലെ ഈ പുതിയ ഭരണസമിതി നാടിന് നന്മ ചെയ്യട്ടെ എന്ന് നമുക്ക് തീർച്ചയായും ആശംസിക്കാം. എന്തായാലും നിങ്ങൾ ഈ രാഷ്ട്രീയ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരളത്തിലെ രാഷ്ട്രീയ സത്യങ്ങൾ തുറന്നു പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.